ഇന്നൊരു കേക്കിൻ്റെ കഥയാണ് കേട്ടോ പറയണേ. ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. പപ്പയുടെ പേരും ബേബി എന്നാണ്. അപ്പോൾ പിന്നെ ജനിക്കാൻ ഇതിന് നല്ലൊരു ദിവസം വേറെ ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ. കേക്കിൻ്റെ സ്പഞ്ച് തലേദിവസം കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് സമാധാനമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡായിട്ട് അവർക്ക് അവധി വന്നത്. സ്പോർട്സ് ആണത്രേ, പോകണ്ടെന്ന്. ഞാൻ പെട്ടു. അപ്പോഴാണ് അതിനെന്താ അമ്മേ, ഞങ്ങൾ സഹായിക്കാലോ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് കുരുപ്പുകൾ. പിന്നെ വിചാരിച്ച അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അവരും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ, എങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. അപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിലും കയറിയിരുന്ന് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. വാനില സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ, കുറച്ച് ലൂസാവാനായിട്ട്. അതുപോലെ തന്നെ ഒരു അടപ്പ് വിനാഗിരി അതും ചേർത്തിട്ട് നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. പിന്നെ നമ്മളത് നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക്, പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് ബേക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട്, അപ്പം ഞാൻ നൂല് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറ്. കട്ട് ചെയ്ത് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത്, നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം അതുപോലെ കളറ് ഇതെല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.